നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ തന്നെ രൂപം കൊണ്ട്, ഇന്ത്യയിൽ തന്നെ വളർന്ന് പന്തലിച്ച്, ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ച ഒന്നാണ് ജൈനമതം. ഏതാണ്ട് BC 6th സെഞ്ചുറിയിൽ തുടങ്ങിയ ഈ യാത്ര AD 9th സെഞ്ചുറി വരെ വലിയ കുഴപ്പമില്ലാതെയൊക്കെ അങ്ങ് പോയി. എന്നാൽ 9th സെഞ്ചുറിക്ക് അപ്പുറം ആ വളർച്ച നിലച്ചു. പല ജൈനമത ക്ഷേത്രങ്ങളും ഏകപക്ഷീയമായി മറ്റുള്ളവർ കീഴടക്കി. അതിൽ കുറേയൊക്കെ ഹൈന്ദവ ടെമ്പിളായിട്ട് മാറുകയും മറ്റുള്ളവയൊക്കെ വിസ്മൃതിയിൽ ആണ്ടുപോവുകയും ചെയ്തു. 24 തീർത്ഥങ്കരന്മാരാണ് ജൈനമതത്തിൻ്റെ സംരക്ഷകരായോ അല്ലെങ്കിൽ അവരെ നയിക്കുന്നവരായോ നിലകൊള്ളുന്നത്. ഇതിൽ ഏറ്റവും ആദ്യത്തെയാൾ ആദിനാഥ് അല്ലെങ്കിൽ ഋഷഭദേവ്, 23ാമത്തെ ആള് പാർശ്വനാഥൻ, 24ാമത്തെ ആള് വർത്തമാന മഹാവീരൻ. ക്ഷത്രിയരായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടും ഉള്ളത് എന്ന് നമുക്ക് കാണാം. അങ്ങനെ എല്ലാ സ്റ്റേറ്റുകളിലും രാജാക്കന്മാരുടെയൊക്കെ പരിലാളനമേറ്റാണ് ഇത് വളർന്നത്. കേരളത്തിലും ഇതിൻ്റെ സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. എന്നാൽ കേരളത്തിലെയും ക്ഷേത്രങ്ങൾ പലതും മാറ്റപ്പെടുകയും ചിലവ് ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ കേരളത്തിൽ ഏറ്റവും അധികം കാലം നിലനിന്ന ജൈന ക്ഷേത്രങ്ങളിലൊന്നാണ് ഇന്നത്തെ സുൽത്താൻ ബത്തേരിയിൽ സ്ഥിതി ചെയ്യുന്ന കിടങ്ങനാട് ജൈന ക്ഷേത്രം. സുൽത്താൻ ബത്തേരിയുടെ പേരിന് തന്നെ കാരണം ഈ ക്ഷേത്രമാണ്. ടിപ്പു സുൽത്താൻ ഈ ക്ഷേത്രം സുൽത്താൻ്റെ ആയുധപ്പേരയാക്കുകയും അങ്ങനെ സുൽത്താൻസ് ബാറ്ററി ഹൗസ് എന്നതിൽ നിന്നാണ് ഗണപതി വട്ടം എന്ന് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് സുൽത്താൻ ബത്തേരി ആയതും എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ സുൽത്താൻ ബത്തേരിയിലെ ഈ ക്ഷേത്രമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ വിശദമായിട്ട് കാണാൻ പോകുന്നത്. സുൽത്താൻ ബത്തേരി എന്നും ഗണപതി വട്ടം എന്നും അറിയപ്പെടുന്ന ഈ സ്ഥലത്തിന് കിടങ്ങനാട് എന്നൊരു പേര് കൂടിയുണ്ട്. കന്നഡത്തിലുള്ള കെന്തണ്ണ നാദിൽ നിന്നാണ് ഈ പേര് ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു. കർണാടകത്തിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറിയ ജൈന പരമ്പരയിൽപ്പെട്ട ആളുകളുടെ ഒരു ക്ഷേത്രമാണിത്. ഐതിഹ്യം പറയുന്നതനുസരിച്ച് മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ, അദ്ദേഹം തൻ്റെ ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഭദ്രബാഹു എന്ന് പറയുന്ന ജൈന സന്യാസിയുടെ വാക്കുകളിലും സന്ദേശങ്ങളിലും ആകൃഷ്ടനായി രാജ്യമുപേക്ഷിച്ച് കർണാടകത്തിലെ ഹാസൻ ജില്ലയിലുള്ള ശ്രാവണബെലഗോളയിലേക്ക് വരികയും അവിടെ ഒരു ജൈന സന്യാസിയായി ജീവിച്ച് സല്ലേഖന വ്രതം എടുത്ത് മരണപ്പെടുകയും ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത്. സല്ലേഖന എന്ന് പറഞ്ഞാൽ, ഒരു തരത്തിൽ പറഞ്ഞാൽ, ജൈനമത വിശ്വാസികൾ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന ഒരു ആചാരമാണ് സല്ലേഖനം. സല്ലേഖന എന്ന് പറഞ്ഞാൽ പട്ടിണി കിടന്ന് ഒടുവിൽ മരണം വരിക്കുക. അവരുടെ വിശ്വാസം അനുസരിച്ച് മോക്ഷത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളിലൊന്നാണ് സല്ലേഖനം. ശ്രാവണബെലഗോളയിൽ താമസമാക്കിയ ജൈനന്മാർ പിന്നീട് വയനാട്ടിലേക്ക് വരികയും ഇവിടെ നിരവധി ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രരേഖകളിൽ നിന്നും കാണാൻ കഴിയുക. വയനാട് ഒരു പ്രമുഖ ജൈന കേന്ദ്രമായിരുന്നു. AD 13ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രതാപകാലത്ത് പണിതതാണ് കരിങ്കല്ലിൽ തീർത്ത ഈ വിസ്മയം. ഇതിൻ്റെ മേൽക്കൂരയടക്കം കരിങ്കല്ലിൽ സ്ലാബിലാണ് തീർത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. 25 മീറ്റർ നീളവും 7.5 മീറ്റർ വീതിയും 4 മീറ്റർ ഉയരവുമാണ് ഈ ക്ഷേത്രത്തിന് കണക്കാക്കിയിരിക്കുന്നത്. പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ടിപ്പു സുൽത്താൻ ഈ ക്ഷേത്രം ഒരായുധപ്പുരയാക്കുന്നത്. അതിൽ നിന്നാണ് സുൽത്താൻസ് ബാറ്ററി അല്ലെങ്കിൽ ബാറ്ററി ഹൗസ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നിന്നാണ്
സുൽത്താൻ ബത്തേരി എന്ന നാമധേയം ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു. ഈ ക്ഷേത്രം ഇപ്പോൾ പുരാവസ്തു വകുപ്പാണ് സംരക്ഷിക്കുന്നത്. എല്ലാ വർഷവും മഹാവീര ജയന്തി ദിവസം വയനാട്ടിലെ ജൈനർക്ക് ഈ ക്ഷേത്രത്തിൽ അഭിഷേക പൂജ ചെയ്യുന്നതിന് അനുമതി ലഭിച്ചിട്ടുമുണ്ട്. ഈ ക്ഷേത്രത്തിലെ തൂണുകൾ കരിങ്കല്ലിൽ തീർത്തവ തന്നെയാണ്. വളരെ വിശേഷപ്പെട്ട കൊത്തുപണികൾ ഈ തൂണുകളിൽ നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഗർഭഗുഡിയിൽ പ്രധാന വിഗ്രഹമില്ല. പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിന്റെ കിണറ്റിൽ നിന്ന് ലഭിച്ച വിഗ്രഹം ഇവിടുത്തെ ആണെന്നാണ് ഗവേഷകര് കരുതുന്നത്. ഇവിടെയുള്ള ഗർഭഗൃഹ, മുഖമണ്ഡപം, അർത്ഥമണ്ഡപം, മഹാമണ്ഡപം എന്നിവയെല്ലാം ഹൊയ്സാള വിജയനഗര ശൈലിയിലാണ് നിർമ്മിച്ചത് എന്നതിനെ ആസ്പദമാക്കിയാണ് ഇതൊരു വിജയനഗര സാമ്രാജ്യത്തിന്റെ നിർമ്മിതിയായി കരുതപ്പെടുന്നത്. ഈ ക്ഷേത്രം തെക്ക് വടക്ക് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. ജൈന ക്ഷേത്രങ്ങളുടെ ഒരു പൊതു പ്രത്യേകതയായി പറയപ്പെടുന്നതും ഈ തെക്ക് വടക്ക് ദർശനമാണ്. ഈ ക്ഷേത്രം വളരെ ഭംഗിയായിട്ടാണ് സംരക്ഷിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ചരിത്ര പ്രാധാന്യം അറിയുന്നവരല്ല കൂടുതൽ ഇവിടെ വരുന്നത്, മറിച്ച് ഇതിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ജൈന സംസ്കാരത്തിന്റെ വളർച്ച അതുപോലെ തന്നെ നിലനിർത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് കിടങ്ങനാട് ജൈനക്ഷേത്രം. ജൈനക്ഷേത്രം ജൈന ബസ്തി എന്നൊക്കെ അറിയപ്പെടാറുണ്ട്.
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ജൈന കേന്ദ്രങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അവ ചിലവ രൂപം മാറിയിരിക്കുന്നവയാണ്. കാരണം ജൈന ക്ഷേത്രങ്ങൾക്ക് നേർക്കുണ്ടായ ആക്രമണങ്ങളെല്ലാം ഏകപക്ഷീയമാണ്. ചെറുത്തു നിൽക്കാത്ത, അതിനെതിരെ പ്രതികരിക്കാത്ത രീതിയിലാണ് ഈ ആക്രമണങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്ഷേത്രങ്ങൾ വേറെ ഏതെങ്കിലും രൂപത്തിലേക്ക് മാറുകയോ പൂർണ്ണമായിട്ട് അവ ജൈനക്ഷേത്രമല്ല എന്ന നിലയിലേക്ക് വരികയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കൂടുതലായിട്ട് നടന്ന ഒരു കാലഘട്ടമാണ് AD 11 മുതൽ 14 വരെയുള്ള നൂറ്റാണ്ടുകൾ. ഈ സമയത്ത് പല ജൈനക്ഷേത്രങ്ങളും ഹൈന്ദവ ആചാരങ്ങളുമായിട്ട് പൊരുത്തപ്പെടുകയും ഹൈന്ദവ ക്ഷേത്രങ്ങളായിട്ട് മാറുകയും ചെയ്തു. ഇതിൽ പല കാരണങ്ങളുണ്ട്. ജൈനർ പൊതുവെ നിരീശ്വരവാദികളാണ്. അവർക്ക് ദൈവവിശ്വാസമില്ല. എന്നാൽ ക്രമേണ ഇവരുടെ കഠിനമായ ഇത്തരം നിഷ്ഠകൾ പിന്നീട് വന്ന ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും അങ്ങനെ കുറെ അധികം ആളുകൾ ദൈവ ആരാധനയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. അതുകൂടാതെ ബലമായി ഉള്ള പരിവർത്തനവും സംഭവിച്ചിരിക്കാം. അതിന് പ്രധാനമായിട്ടും രാജാക്കന്മാരുടെ മതം ജൈനമതമായിട്ടിരിക്കുമ്പോൾ ആ രാജാക്കന്മാർ ആ മതത്തിൽ നിന്നും മാറേണ്ട സാഹചര്യം വന്നാൽ പ്രജകളും രാജാവിൻ്റെ മതം സ്വീകരിക്കുന്ന ഒരു പതിവ് മുൻകാലങ്ങളിൽ നിലനിന്നിരുന്നു. ഇങ്ങനെയും ജൈനമതത്തിൽ നിന്നും മതപരിവർത്തനം സംഭവിച്ചിരിക്കാം. ജൈനമത ആചരണങ്ങൾ സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളവയാണ്. ഭക്ഷണം, വസ്ത്രധാരണം, മറ്റ് ആചാരങ്ങൾ എന്നിവയിലെല്ലാം ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, മണ്ണിന് താഴെ വളരുന്ന ഒരു ഭക്ഷണവും ജൈനർ കഴിക്കാറില്ല. സന്ധ്യയായതിനു ശേഷവും അല്ലെങ്കിൽ രാത്രികാലങ്ങളിലോ ഒന്നും അവർ ഭക്ഷണം കഴിക്കാറില്ല. പൂർണ്ണമായും വെജിറ്റേറിയൻ ഭക്ഷണമാണ് അവർ കഴിക്കുക. ഇനി 2 വിഭാഗങ്ങളിലായിട്ടുള്ള ജൈനരുടെ കാര്യമെടുത്താൽ, ശ്വേതാംബരർ, ദിഗംബരർ. ദിഗംബരർ എന്ന് പറഞ്ഞാൽ ദിക്കിനെ വസ്ത്രമാക്കിയിരിക്കുന്നവരാണ്. വർത്തമാന മഹാവീരന്റെ കാലഘട്ടം മുതലാണ് ദിഗംബരർ കൂടുതൽ ആയി വരിക. ദിക്കിനെ വസ്ത്രം ആക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ അവർ വസ്ത്രം ധരിക്കുന്നില്ല. എന്നാൽ ശ്വേതാംബരർ വെളുത്ത വസ്ത്രം ധരിക്കുന്നു. ഇതൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ കഠിനമായിട്ടുള്ള വ്രതനിഷ്ഠകളിലൂടെയാണ് ജൈനർ മുന്നോട്ട് പോവുക. അതിൻ്റെ ഒരു പാരമ്യമാണ് മുമ്പ് സൂചിപ്പിച്ച സല്ലേഖന വ്രതം കൊണ്ടർത്ഥമാക്കുന്നത്. അതുപോലെ സന്യാസ ദീക്ഷയിൽ സ്വീകരിക്കുന്ന മുടി പറിച്ചു കളയുന്ന ചടങ്ങ് എന്നിവയൊക്കെ ഉൾപ്പെടെ നിരവധി ബുദ്ധിമുട്ടേറിയ കർമ്മങ്ങളാണ് ജൈനമതത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കുറേയധികം ആളുകൾ പിന്നീട് ഇതിൽ നിന്നും, ഈ മതത്തിൽ നിന്നും ഹിന്ദു മതത്തിലേക്ക് മാറിയിരിക്കാം. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം ജൈനരുടേതും കൂടെയാണ്. നമ്മുടെ പല ആചരണങ്ങളിലും ജൈനരുടെ സ്വാധീനം വളരെയധികം കാണാം. അത് പലതും മറഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും മറഞ്ഞു പോകാതെ നിൽക്കുന്ന ജൈന സ്മാരകങ്ങളിൽ ഒന്നാണ് സുൽത്താൻ ബത്തേരി ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ഈ ജൈന ബസ്തി. കിടങ്ങനാട് ജൈനക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.